എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂകാംബികയിൽ രാത്രി എത്തിച്ചേരുന്നവരെ കൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ അവസാനിപ്പിച്ചത്. ഇന്നിപ്പം അടുത്ത ദിവസമാണ്. ഞങ്ങൾ രാവിലെ എണീറ്റു, എല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പിക്കുട്ടിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുളിപ്പിച്ച് റെഡിയായിക്കൊണ്ട് വന്നതാണ്. ഉറക്കക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല, അതുകൊണ്ടത് നടക്കുന്നില്ല. താഴോട്ട് കാല് കുത്താതെ അച്ഛൻ്റെ കയ്യിൽ ഇരുന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെയൊക്കെ എണീറ്റ് റെഡിയാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ പിള്ളേരെല്ലാം റെഡി ആക്കിക്കൊണ്ട് വരണ്ടായി. അപ്പോഴത്തേനും നന്ന ലേറ്റായി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് നേരം വെളുത്തിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്നതും കണ്ടു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയായിരുന്നു നമുക്ക് ഇപ്പം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വന്നാലേ നമുക്ക് എന്തായാലും ക്യൂ നിൽക്കാം. എത്ര വലിയ ക്യൂ ആണെങ്കിലും നിന്ന് നമുക്ക് ദേവിയെ തൊഴുതിട്ട് പോവാം. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട്, ഇത് ക്യൂ നിൽക്കുന്ന ഏരിയയാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെരുപ്പ് ഊരിയിട്ടേക്കുവാണേ. ഞങ്ങൾ ചെരുപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഹോട്ടലിൽ തന്നെ വെച്ചിട്ടാണ് വന്നത്. കാരണം ഇവിടെയൊക്കെ ചെരുപ്പിട്ടാൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെങ്കിലും ആൾക്കാർ തട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ വെച്ചിട്ടാണ് വന്നത്. ഹോട്ടലിൽ തന്നെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നപ്പോൾ കുറേ വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. വലിയ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തെത്തി. പക്ഷേ ഇത്രയും നേരമായിട്ട് നമ്മൾ ദേവിയെ തൊഴുതില്ല, പക്ഷേ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് അടുത്തെത്തി. അപ്പം ഇവിടെ ഒരു രഥയാത്രയാണ്, തേര് പോലെ, തേരെന്നോ രഥമെന്നോ ഒക്കെ പറയാം. അതിങ്ങനെ ദേവിയെ ചുറ്റുമാണ്. അപ്പം കുറേ നേരം അമ്പലം അടച്ചിട്ടേക്കരുത്, അതുകൊണ്ട് കുറേ നേരമായിട്ട് ലൈൻ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോഴാണ് ഇങ്ങനെ തേര് വരുന്നത് കണ്ടത്. ഇതിങ്ങനെ 3 വട്ടം അമ്പലത്തിൽ ചുറ്റും ഇതിങ്ങനെ തോളെ വെച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ളൊരു രഥമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം വന്നു. അതാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു രഥമാണ്. അതിനകത്ത് പൂജാരിമാരുൾപ്പെടെയുള്ള 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവി ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുന്നുണ്ട്. ഇതും ഇങ്ങനെ 3 വട്ടം ചുറ്റും. ഇത് ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുന്ന രഥമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കാരണം അവിടെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രം തുറന്നിട്ട് ക്യൂ മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ദേവിയെ കണ്ട് വെളിയിലിറങ്ങി. അവിടെ പൈസ കൊടുക്കുന്ന വേറെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യം അത് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇത്രയും വലിയ ക്യൂ നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവിടെ വേറൊരു ക്യൂ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ എന്തായാലും അങ്ങോട്ട് മാറിയില്ല, ഈ ക്യൂവിൽ തന്നെ നിന്ന് തൊഴുതു. നമ്മളിപ്പോൾ അകത്തൂടെ വലിച്ചുകൊണ്ട് പോകുന്നൊരു തേര് കണ്ടില്ലേ, തിരുമേനിമാരെയൊക്കെ വെച്ചുകൊണ്ട്, ആ തേരാണിത് ഇവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. 2 തേരും വെളിയിൽ വെച്ചിട്ടുണ്ട്. ആദ്യം കൊണ്ടുപോയ തേരും ആ ചെറിയ ആൾക്കാർ തോളത്ത് വെച്ചുകൊണ്ട് പോകുന്ന തേരും, രണ്ടാമത് പോയ തേരുമാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ 2 എണ്ണമാണ് ഇപ്പോൾ 3 വലത്തിട്ട് അമ്പലത്തിനുള്ളിൽ കൂടെ പോയത്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആമിക്കുട്ടി എഴുത്തിനിരുത്തണമല്ലോ. ഈ ആമിക്കുട്ടി എഴുത്തിനിരുത്തമാണ് ഇപ്പം. നല്ല തിരക്കുണ്ടായിരുന്നു എഴുത്തിനിരുത്തണം കേട്ടോ. ആദ്യത്തെ ഒരു സെറ്റുകാർ ഇരുന്ന് അവരെല്ലാം എഴുതി കഴിഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ആമ്പിക്കുട്ടി എഴുത്തിനിരുത്തിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രസാദമൊക്കെ വാങ്ങി വെളിയോട്ട് ഇറങ്ങിയപ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കുന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ എന്തോ നൃത്തം നടക്കുകയാണ്. ഏത് നൃത്തം, എനിക്കൊന്ന് കുറേ മലയാളി കുട്ടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് അവിടെ എന്തോ ഒരു പരിപാടി നടത്തുകയാണ്. അത് അരങ്ങേറ്റം പോലെ എന്തോ പരിപാടി ഉണ്ടെന്ന്. കാരണം വേറെ കാണാനൊന്നും ആൾക്കാരില്ല. ദേവിയുടെ നടയിൽ വന്ന്, അല്ല ദേവിയുടെ സാന്നിധ്യത്തിൽ വന്ന് ഡാൻസ് കളിച്ച് അരങ്ങേറ്റം കുറിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ വെള്ളം കുടിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ശുദ്ധമായ വെള്ളം കിട്ടുന്നത്. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. ക്യൂവിൻ്റെ അവിടെ നിന്നും ആൾക്കാരൊക്കെ ശരിക്കും കുറഞ്ഞു. കാരണം സമയം നല്ല ലേറ്റ് ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതായിരുന്നു കയറിയത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ ചെറുതായിട്ടൊരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ സൗവർണിക നദി കാണാൻ പോവുകയാണ്. ചെരിപ്പിടാതെ വന്നുകൊണ്ടുണ്ടോ, രാവിലെ വന്നപ്പം കുഴപ്പമില്ലായിരുന്നു. ഉച്ചയായപ്പോഴത്തേനും ഭയങ്കര ചൂട്, കാല് പൊള്ളുമായിരുന്നു. അത് തല നിലത്ത് വെത്താൻ പറ്റാതെ ഓടുമായിരുന്നു ഹോട്ടലിലോട്ട്. അപ്പോൾ ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് സൗവർണ്ണ നദി കാണാൻ ഇറങ്ങി. അത് അടുത്ത് തന്നെയാണ്, ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ മുന്നൊരു പ്രാവശ്യം വന്ന് കേശുമോനെ എഴുത്തിനിരുത്താൻ വന്നപ്പോഴും സൗവർണ്ണ നദി കാണാൻ പോയായിരുന്നു. അപ്പോഴും ഇങ്ങനെ നടന്നാണ് പോയത്, തൊട്ടടുത്തല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൗവർണ്ണ നദി കാണാനായിട്ട്. അപ്പം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. തൊട്ടടുത്താണെന്നുള്ളൊരു ഓർമ്മ, നേരത്തെ വന്ന ഒരു ഓർമ്മയിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇപ്പോൾ സൗവർണ്ണ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുണ്യ നദിയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു പാപനാശം, അതിൽ കുളിച്ച് മുങ്ങിയാൽ പാപനാശം സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നദിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കർണാടക ഉടുപ്പി ജില്ലയിൽ കൂടെ തന്നെ ഒഴുകുന്ന ഒരു ചെറിയൊരു നദിയാണ്. അപ്പം പുണ്യനദിയാണല്ലോ. അപ്പം നമ്മളവിടെ പോയി ഒന്ന് കണ്ട്, കുളിക്കാനൊന്നും പ്ലാനില്ല, ജസ്റ്റ് പോയി ഒന്ന് കണ്ട് കാലുമുഖമൊക്കെ കഴുകി. അതിൽ ചവിട്ടുമ്പോൾ തന്നെ എന്ത് തണുപ്പാണെന്നറിയാമോ. അപ്പം അങ്ങോട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോയി വരുന്നവരും അമ്പലത്തിലോട്ട് പോകുന്നവരും ഒക്കെ നമുക്കിങ്ങനെ വഴിയിൽ കാണാം. കുറേ പേർക്കൊന്നും ഈ അടുത്തൊന്നും ഹോട്ടൽ കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, എല്ലാ ഹോട്ടലിൻ്റെ അവിടെയും ബുക്കിംഗ് ഫുൾ, അല്ലെങ്കിൽ റൂം അവൈലബിൾ എന്ന് വെച്ചേക്കും. അപ്പോൾ കുറേ പേരൊക്കെ 30 കിലോമീറ്ററും ഒക്കെ ഉള്ള
ഉള്ള ദൂരം ഇവിടം വരെ വന്നിട്ട് അവർക്ക് അവിടെ തിരിച്ചു പോയിട്ട് അവിടെ റൂം എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇവിടെ റൂം ഇല്ല. ഉള്ള റൂമിനൊക്കെ ആണെങ്കിൽ തന്നെ അവർ ഭയങ്കര ട്രിപ്പിളും 4 ടൈമും ഒക്കെ ചാർജ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദൂരെ താമസിക്കാം എന്നുള്ള വിചാരിച്ചവർ കുറച്ച് ദൂരോട്ട് പോയി താമസിച്ചു. അവിടെയൊക്കെ റെൻറ്റും കുറവാണെന്ന് ആരും ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇന്നിങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു റൂം എടുത്തത്, പക്ഷേ അവിടെ 750 രൂപ, 1000 രൂപയെ താഴെയൊക്കെ ഉള്ളൊരു റൂമിന് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് സൗവർണ്ണ നദിയുടെ അടുത്തെത്തി. നമ്മൾ വിചാരിച്ച പോലെ വെള്ളമില്ല കേട്ടോ. ഇനിയും ഇത് സമ്മർ സീസൺ ആയതാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ കാണുന്നിടത്തെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റെഡ് റിബണൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു ആ റിബണിന് അപ്പുറത്തോട്ട് പോകരുത്, കുറേ പേര് മരിച്ചതാ, ഭയങ്കര കുത്തൊഴുക്ക് വരുന്ന സ്ഥലമാണ് അത്, ഏതോ ഒരു KSRTC വണ്ടിയിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ മുങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കണ്ടു ഇവിടെ വെള്ളവേ ഇല്ല, ഭയങ്കര വെള്ളം കുറവ്. നമുക്ക് അടിത്തട്ടിങ്ങനെ കാണാൻ പറ്റുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഈ ചുവപ്പ് മണ്ണ് കാണുന്നിടത്തെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വെള്ളമായിരുന്നു. ഇപ്രാവശ്യം വളരെ കുറവാണ് വെള്ളം. അങ്ങോട്ടൊക്കെ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും വെള്ളം കമ്പാരിറ്റീവ്ലി കുറവാണ്. അന്ന് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതും എന്ന് വെച്ചാൽ 3-4-5 വർഷത്തിന് മുമ്പ് വന്നതും ഒരു മാർച്ച് ടൈമിലാണ്. ഇപ്പം ഇതൊരു മെയ് ആണല്ലോ, മെയ് ടൈമിലാണ് ഞങ്ങൾ പോയത്. സ്കൂളൊക്കെ അടച്ചിട്ട്, മെയ്യിലല്ല ഏപ്രിലാണ് പോയത്, സ്കൂളൊക്കെ അടച്ച ഒരു സമയത്ത്. അന്ന് പിന്നെ കേശുമോന് കണ്ട എഴുത്തിനെഴുതാൻ വന്നപ്പോൾ നമുക്കൊരു സ്കൂളടപ്പ് ടൈമൊന്നും നോക്കണ്ടായിരുന്നല്ലോ. ഇതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്, അടിയിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാം, അത്രയ്ക്ക് നല്ല വെള്ളമാണ്. ഇത് കണ്ട എത്ര ഇലയും ഇതൊക്കെ വീഴുന്ന മറ്റേ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങൾ, എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളമാണ്. പ്യൂരിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് കാണുമ്പം കൊണ്ടോ നമുക്ക് അടിത്തട്ട് ശരിക്കുകയാണ്, ഒട്ടും കലങ്ങിയിട്ടില്ലാത്ത വെള്ളം, ചെളിയൊന്നും ഇങ്ങനെ കലങ്ങിയിട്ടില്ലാത്ത വെള്ളം. അടി കല്ലായതുകൊണ്ടായിരിക്കും. ഇതിനകത്ത് ഒത്തിരി മീനും ഉണ്ട് കേട്ടോ. ഈ മീനൊക്കെ വന്ന് നമ്മളിങ്ങനത്തെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാലൊക്കെ വന്ന് നമുക്ക് അറിയാം മീനെ കൊത്തുന്നതെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ ഒന്ന് കൊത്തുമ്പോൾ നമുക്ക് ഭയങ്കര പേടി. നമ്മൾ അത് പറഞ്ഞു അങ്ങനെ അത് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു വലിയ പാറ കേട്ടോ, ഒരു ഒറ്റക്കൽ പാറ. ആമിക്കുട്ടിക്ക് ആദ്യം വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നേ. അവൾ തൊടുന്നേ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ കൈ ഒന്ന് തൊടിയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റായി. പിന്നെ അവിടെ പോയിരുന്നിട്ട് കൈ ഇട്ടുള്ള കളി തുടങ്ങി, കല്ലെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നാലും ദൂരോട്ടൊന്നും പോകുന്നില്ല കേട്ടോ, ഇച്ചിരി പേടിയായിട്ട് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടും, അവർക്ക് വെള്ളം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ആദ്യം കുറേ മടി കാണിച്ച് വെള്ളത്തിലൂടെ തൊടാനൊക്കെ. എനിക്കതൊരു ഉറക്കത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കുമെന്ന്. ഇപ്പം അതിനകത്തിലെ കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടന്മാരൊക്കെ അങ്ങോട്ട് പാറയിലൊക്കെ കയറാൻ പോയിട്ടൊന്നും അങ്ങോട്ട് പോയില്ല, സൈഡിൽ തന്നെ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മുങ്ങി കുളിക്കാനുള്ള അത്ര വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവരെയൊക്കെ വലിയ ഇൻട്രസ്റ്റായി, കല്ലെറിഞ്ഞ് കളിയാണേ. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ പാറ ഇരിക്കുന്നുണ്ട്. ആ പാറയുടെ മേളിലാണെങ്കിൽ ഒരു വിളക്കും കിണ്ടി ഇരിപ്പുണ്ടായിരുന്നത്. അവിടെ ആ വിളക്കും കിണ്ടി ഇരിക്കുന്നത് ഈ നദിയിൽ കൂടെ എങ്ങാണ്ട് ഒഴുകി വന്നപ്പം ആരോ എടുത്ത് അവിടെ വെച്ചതാണെന്ന് തോന്നി. ഇത് സ്വർണ്ണമാണോ എന്തോന്നൊന്നും അറിയത്തില്ല, ഓടായിരിക്കും. പക്ഷേ ഇങ്ങനെ നദിയിൽ നിന്ന് എങ്ങനെയോ ഒഴുകി വന്നപ്പം ഇവിടെ വന്ന ആർക്കെങ്കിലും അത് കിട്ടിയിട്ട് ഇവിടുന്ന് കിട്ടുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ലല്ലോ. അതുകൊണ്ട് അത് ആരോ എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ കേശും ആദ്യമൊക്കെ അത് എന്തുവന്ന് കാണാനായിട്ട് ആ പാറയുടെ മണ്ടയ്ക്കോട്ട് കയറിപ്പോവാണേ. അപ്പോൾ ആ കേശുവിന് ഇച്ചിരി പേടിയാണ് ഇങ്ങനെ പാറയുടെ മണ്ടയ്ക്കോട്ട്. കാരണം നേരത്തെ ആണെങ്കിൽ നല്ല മഴയായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഈ പാറയെല്ലാം ഭയങ്കര തെന്നി കിടക്കുമായിരുന്നു, നമുക്ക് അതിലൊന്നും കയറി നിൽക്കാനൊന്നും പറ്റില്ല. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തെന്നുമായിരുന്നു. അപ്പം ഇപ്രാവശ്യം വെള്ളം കുറേ നാളായിട്ട് പറ്റിക്കിടത്തുകൊണ്ട് തെന്നലില്ല പാറയിലൊന്നും. കാരണം നല്ലതുപോലെ ഉണങ്ങി കിടക്കുവാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഓരോരുത്തരായിട്ട് ആ വിളക്ക് കാണാൻ കയറുവാണ് പിള്ളേർ. ഒരാൾ കണ്ടിറങ്ങി, ഇനി അടുത്ത കേശുവോ വെള്ളത്തിലോട്ട് കയറാൻ പോകണുണ്ട്. അതാണ് ആ കണ്ട സാധനം, ഒരു വിളക്കും ഒരു മണിയാണ്. കേശു അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നുകൊണ്ട് മണിയെല്ലാം അവിടെ അടിച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ്, മണി അടിക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അതെടുത്തിട്ട് ഇനി താഴത്തോട്ട് ഇറങ്ങാൻ ഇച്ചിരി പേടിയാണ്. കയറിയതുപോലെ സ്മൂത്തായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക പതുക്കെ. അപ്പോഴത്തേനും ആമിക്കുട്ടി അമ്മയെടുത്ത് വെള്ളത്തിൽ മുക്കി. ഇപ്പോൾ മടിച്ച് നിൽക്കുമായിരുന്നു ആമിക്കുട്ടി. വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നെ അങ്ങ് ഇൻട്രസ്റ്റായി, വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ.
പിന്നെ കരയിലോട്ട് വരുവേ വേണ്ടായിരുന്നു, വെള്ളത്തിലിരുന്ന് കളിച്ചാൽ മതി എന്നായി. ആമിക്കുട്ടിയുടെ ഉടുപ്പാകുമ്പം നനഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മാറാവല്ലോ. അതുകൊണ്ട് ആമിക്കുട്ടിയെ ധൈര്യമായിട്ട് ഞങ്ങൾ മുക്കി. പിന്നെ നല്ല കണ്ടിട്ടും നല്ല വെള്ളം, ഇപ്പം സൗപർണിക നദിയാണല്ലോ. അപ്പോൾ അമ്മ കുറേ നേരം മുക്കി കഴിയുമ്പോൾ അവൾ വീണ്ടും വീണ്ടും എന്നെ മുക്കിക്കും, വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമാണെങ്കിൽ കാലും കൈയൊന്നും നനയ്ക്കാതെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന ആളാട്ടോ. ഇപ്പം നനഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നില്ല. അവസാനം പിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നല്ല പാടുപെട്ട് വെള്ളത്തിലിരുന്ന് കളിയോടെ കളി. അച്ഛനുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ അങ്ങോട്ട് നീങ്ങി. ഇവിടെ തോർത്തൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് കുളിക്കണമെങ്കിലൊക്കെ. പക്ഷേ ഞങ്ങൾ തോർത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അത് കണ്ടുകൊണ്ട് എന്തെങ്കിലും തോർത്ത് കൊണ്ടുവന്നാൽ കുളിക്കാമല്ലോ എന്നൊരു പ്ലാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം തോർത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛനൊക്കെ അപ്പുറത്ത് നിന്നിട്ട് മുങ്ങി കുളിച്ചിട്ട് തലയൊക്കെ തോർത്തുന്നുണ്ട്. ആ ഏരിയയിലോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. കാരണം നമ്മൾക്ക് ഇപ്പം വെള്ളമില്ലെങ്കിലും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആ ഏരിയ ഞാൻ പറഞ്ഞ പോലെ റെഡ് റിബൺ കിട്ടി കടത്തി വിടുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം വെള്ളക്കുറവായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. കേശുമൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയി മുങ്ങി കുളിക്കാൻ പോവാണ്. കേശുവിന് സാധാരണ വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. ഇത് ആഴം കുറവാണെന്ന് അവന് മനസ്സിലായതുകൊണ്ടായിരിക്കും അവനാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ നേരമൊക്കെ മുങ്ങി. ആദ്യം ഇങ്ങനെ നനയ്ക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ അവനും ഇൻട്രസ്റ്റായി, അവൻ അതിനകത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ നിർത്തിയില്ല കേട്ടോ. കാരണം അവിടെയൊക്കെ എന്തോ പറയുമല്ലോ അതിന്, പെട്ടെന്ന് ഈ വെള്ളം പൊങ്ങി വരുന്നൊരു സാധനം, അത് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കരയ്ക്ക് കയറാൻ പറഞ്ഞു. ഈ സൗപർണിക നദിയിൽ പണ്ട് ഇതിൻ്റെ തീരത്ത് വന്നിട്ട് സുബർണൻ എന്ന് പറയുന്ന ഒരു ഗരുഡൻ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾക്ക് പാപമുക്തി കിട്ടിയിട്ടുണ്ട്. ആ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് സൗപർണികാ തീരമെന്ന് പേര് വന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും മൂകാംബിക വരുന്നവരെല്ലാം സൗപർണിക നദിയിൽ വന്ന് കുളിച്ചില്ലെങ്കിലും ഒന്ന് കാലും കൈയൊക്കെ കഴുകി ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പും കുളിർമയൊക്കെ ഒന്ന് അറിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സൗപർണിക നദിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സ് മാറാനുള്ളതാണ് ഈ കാണുന്ന ചെറിയ റൂമുകൾ കേട്ടോ. ലേഡീസിനൊക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ മാറാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഈ സ്റ്റെപ്പ് വരെ ഇങ്ങനെ മുങ്ങി അങ്ങ് വെള്ളം കിടക്കുമായിരുന്നു. ഇപ്രാവശ്യം അവിടെ ഒന്നും വെള്ളമില്ല. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലമുണ്ട്. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് ആ അമ്പലം അടച്ചിട്ടേക്കുവാണ്. രാവിലെയൊക്കെ തുറക്കുന്ന അമ്പലം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ഡേഞ്ചർ സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. കാരണം ഒത്തിരി ദൂരത്തോട്ട് പോകുന്നത് ഏത് സമയത്താണെങ്കിലും എന്തെങ്കിലും വെള്ളമല്ലേ, അപകടമാണല്ലോ. എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ, വലിയവർക്ക് തന്നെ ആണെങ്കിലും ഇത് അപകടം. അപ്പം ഞാനിങ്ങനെ സൈഡിൽ നിന്നുകൊണ്ട് കുറച്ചുകൊണ്ട് അവിടെയൊക്കെ ഏത് സ്ഥലമാണെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പി എറിഞ്ഞിട്ടുണ്ടായിരിക്കുക. ശരിക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും എറിയരുത്. നമ്മുടെ ഇങ്ങനത്തെ പുഴയും നദിയും അതിൻ്റെ കരയൊക്കെ സൂക്ഷിക്കേണ്ടവരല്ലേ. അവരതിനായിട്ട് ഡസ്റ്റ്ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാനും ഒക്കെ. പക്ഷേ ആൾക്കാരെന്താ, അവരിതെല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം വളരെ കുറവാണ്. കണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ചുവന്ന് കിടക്കുന്ന മണ്ണ് കാണുന്ന സ്ഥലവും ഈ പാറകൾ കല്ലുകൾ കാണുന്ന സ്ഥലവും എല്ലാം ശരിക്കും വെള്ളമാണ്. ഇവിടെ ഇത്രയും വെള്ളം കിടക്കാനുള്ള കാരണം തന്നെ അവരിവിടെ കുറച്ച് വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും വെള്ളം അവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ അതും കൂടെ ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല, വളരെ നാരമായിട്ടേ കാണത്തില്ല. അപ്പം എല്ലാവരും വിളിച്ചുകൊണ്ട് അമ്മിക്കുട്ടിക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇറങ്ങി അപ്പോൾ സൗപർണികയിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം.